ചൂടുകുരുവിന് ഒരു പൗഡർ പറഞ്ഞു തരാമോ? ഈ സമ്മർ ആയതിനു ശേഷം പാരൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ പൗഡറുകൾ ചൂടുകുരുവിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയാണെങ്കിലോ? നമുക്ക് നോക്കാം. എന്താണ് ചൂടുകുരു? നമ്മുടെ സ്കിന്നിലെ വിയർപ്പ് ഗ്രന്ഥികളുടെ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നതുകൊണ്ട് ചൂടുകുരുക്കൾ ഉണ്ടാവുന്നത്. സ്കിന്നിൻ്റെ അടിയിൽ വിയർപ്പ് തങ്ങി നിൽക്കുകയും അത് കുരുക്കളായി മാറുകയും ചെയ്യും. കുട്ടികളുടെ വിയർപ്പ് ഗ്രന്ഥികൾ പൂർണ്ണമായി വളർച്ച എത്താത്തതുകൊണ്ട് അത് പെട്ടെന്ന് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത്തരം കുരുക്കൾ ഉണ്ടാകുന്ന സ്ഥലത്ത് നീറ്റലും ചൊറിച്ചിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. പൗഡറുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് സ്കിന്നെ ഡ്രൈ ആയി കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ വേർത്ത് കുളിച്ചിരിക്കുന്ന കുട്ടിയുടെ മേലെ നമ്മൾ പൗഡർ വാരി വിതറിയാലോ അതൊരു പേസ്റ്റ് രൂപത്തിലായി മാറും. അത് ഈ സുഷിരങ്ങളെ കൂടുതൽ ബ്ലോക്ക് ചെയ്യാനാണ് ചാൻസ്. മാത്രമല്ല ഈ പൗഡറിൻ്റെ പാർട്ടിക്കിൾസ് മൂക്കിലേക്ക് പോകുന്നത് കുട്ടിക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗഡറുകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ചൂടുകുരു വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായി കൂളിംഗ്. കുട്ടിയെ തണുത്ത വായുസഞ്ചാരമുള്ള ഒരു റൂമിൽ കിടത്താം. അതിനുവേണ്ടി ഫാനോ AC പേടി കൂടാതെ ഉപയോഗിക്കാം. രണ്ടാമതായി കട്ടിയുള്ള സിന്തറ്റിക് ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതിന് പകരം നേരിയ ലൈറ്റ് കളേർഡായ ലൂസായ കോട്ടൺ ക്ലോത്തുകൾ ഉപയോഗിക്കാം. മൂന്നാമതായി ഹൈഡ്രേഷൻ. കുട്ടിയെ നന്നായി വെള്ളം കുടിപ്പിക്കുക. 6 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടെ മുലപ്പാൽ കൊടുക്കുകയും അമ്മ നന്നായി വെള്ളം കുടിക്കുകയും ചെയ്യുക. ദിവസത്തിൽ 2 തവണയോ അതിൽ കൂടുതലോ ഒന്നുകിൽ പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ ഇളം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാം. സോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് സ്കിൻ കൂടുതൽ ഡ്രൈ ആക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാവും നല്ലത്. എല്ലാ ചൂടുകുരും ഒരുപോലെയല്ല. ചൂടുകുരുവിൽ പഴുപ്പ് നിറയുന്നതായി കാണുക, കുട്ടിക്ക് പനി വരിക, അല്ലെങ്കിൽ കുരുവുള്ള ഭാഗത്ത് നീരും തടിപ്പൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു പീഡിയാട്രിഷ്യനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാം. കൂടുതൽ ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാം.